നമസ്കാരം. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യങ്ങൾ നോക്കാം. ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. ആൻസർ until. He still dash in touch with most of his old schoolmates. ഇവിടെ still എന്ന adverbന്റെ ഒരു പ്രത്യേക യൂസേജ് ആണ് പറയുന്നത്. still എന്നത് സബ്ജക്റ്റിനും മെയിൻ വെർബിനും ഇടയിൽ വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ഈ സെന്റൻസിൽ സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സംഗതികളും ഇല്ല. അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. He still keeps in touch with most of his old schoolmates എന്നാണ് വരിക. ഓക്കെ, അടുത്തത് we dash off coffee, so we adjusted with tea. We run out of coffee ആണ്. റൺ ഔട്ടിന് അർത്ഥം ടു ഫിനിഷ് എന്നാണ്, തീർന്നു പോവുക. അതുകൊണ്ടാണ് അവിടെ റൺ ഔട്ട് ആൻസർ ആയി വന്നിരിക്കുന്നത്. മേക്കപ്പ് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്താണ്? ടു ബിക്കം ഫ്രണ്ട്ലി ആഫ്റ്റർ എ ക്വാറൽ എന്നാണ് മേക്കപ്പിന് അർത്ഥം. മേക്ക് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന് അണ്ടർസ്റ്റാൻഡ് എന്നാണ് അർത്ഥം. ബ്രേക്ക് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബിന് സ്റ്റാർട്ട് സഡൻലി അല്ലെങ്കിൽ എസ്കേപ്പ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ബ്രേക്ക് ഔട്ട് എന്നുള്ളതിന് എസ്കേപ്പ് എന്നൊരർത്ഥം കൂടിയുണ്ട്. അടുത്തത് ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഇവിടെ വെയിറ്റിംഗ് എന്ന ജെറണ്ടിന്റെ യൂസേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ വുഡ് ആണ് വരിക. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഹി ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. ആർട്ടിക്കിൾ ചേർക്കാനാണ്. യൂറോപ്യൻ ആണ് വാക്ക്. ഇയർ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇ എന്ന് കണ്ടതും വവലാണെന്ന് വിചാരിക്കരുത്. വവൽ സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ടിന് മുന്നിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എ ആണ്. യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു സ്റ്റേഷൻ ടു മീറ്റ് അനു. യെസ്റ്റർഡേ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ആക്റ്റീവ് വോയിസ് ഉള്ള സെന്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ വെർബിന്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിച്ചാൽ മതി. V2 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ V2 വെന്റ് ആണ്. മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് ഒക്ടോബർ 28. മന്തിന് ശേഷം ഡേറ്റ് തന്നിരിക്കുന്നു. മന്തിന് മുമ്പേ ഡേറ്റ് തന്നാലും മന്തിന് ശേഷം ഡേറ്റ് തന്നാലും അതിന് മുമ്പേ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഓൺ ആണ്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഗാരലസ്, ടോക്കറ്റീവ്. നൈദർ ഓഫ് us ഡാഷ് സ്വീറ്റ്സ്. നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇവിടെ സിംഗുലർ വെർബ് ലൈക്സ്. കോൾട്ട് ഈസ് ദ യങ് വൺ ഓഫ് ഹോഴ്സ് ആണ്. ഹോഴ്സിന്റെ മെയിൽ യങ് വൺ ആണ് കോൾട്ട് അല്ലെങ്കിൽ ഫോൾ. ഫീമെയിൽ യങ് വൺ എന്ന് പറയുന്നത് ഫില്ലി ആണ്. ഫില്ലി.